ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഹിമാലയൻ 450യുടെ സെക്കൻഡ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കൂടെ കല്ല് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈവനിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെക്കാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ടോ? ബാക്കിലാണ് കുറച്ച് ഡൗട്ട് ഉള്ളത്. ഈ ഉള്ളത് കട്ടല്ലേ? ആ, ഫുള്ള് തീരുമ്പോഴാണ് അത് ഫുള്ള് കഴിയൂല്ലേ? ആ ഫുള്ള് കഴിയും. അതൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് എത്തുമ്പോഴേ മാറണം എന്നാ. കാരണം ആ ഗ്രൂപ്പ് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. വെച്ചു, നമ്മളിപ്പം പ്രൊഡ്യൂസറെ കയ്യിൽ വെച്ചു. പിന്നെ ഇനി മൊബൈൽ ഓർഡർ ഞാനൊന്ന് അഴിച്ചു കൊടുത്താണ്. അപ്പം വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് പോവാം. പിന്നെ വൈകുന്നേരത്തേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൈ ചെയ്യാൻ മാക്സിമം എന്ന് പറഞ്ഞു. നോക്കാം. അഡീഷണലായിട്ട് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അത് വെച്ചിട്ട് വേഗം കിട്ടേണ്ടതാണ്. അപ്പോൾ വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇല്ലായിരുന്നു. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ജസ്റ്റ് ഫോർ ആൻ എന്താ പറയുക, അത് മസ്റ്റായിട്ട് എല്ലാവരും നമ്മൾ എടുത്ത് വെക്കണം. നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. കൊടുത്തോട്ടോ വണ്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി കയറി. അപ്പോൾ നമ്മൾ ബൈക്ക് അവിടെ കൊടുത്തു. എന്നിട്ട് ഇനി നമുക്കൊന്ന് മിംസ് വരെ ഒന്ന് പോകാനുണ്ട്. നമ്മളിനി മിംസിലേക്ക് പോവാണ്. കല്ലുമാണ് ഡ്രൈവർ. അല്ലല്ലോ? യെസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി കൊടുത്തിട്ട് അവൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്ക് മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ കിടക്കുന്നു നമ്മളെ വണ്ടി. വൈകുന്നേരത്തേക്ക് മാക്സിമം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ സർവീസും. ഇതിൽ ഓയിൽ ചേഞ്ച് ഇല്ല. ഏകദേശം അപ്രോക്സിമേറ്റ്ലി എൻ്റെ അടുത്ത് പറഞ്ഞ കോസ്റ്റ് വരുന്നത് ഒരു 500-600 റുപ്പീസാണ് സർവീസിന് വരിക എന്നുള്ളത് പറഞ്ഞു. റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് പോവാം അല്ലേ? അല്ലല്ലോ? യെസ്. ഈ റൂട്ടിൽ നമ്മളെ തനിച്ചോണ്ട് വന്ന് ഡെലിവറി എടുത്ത് ഓർമ്മയുണ്ടോ? ഓർമ്മണ്ടല്ലേ? ഫോർ സം പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളെ മിംസിൽ വന്ന പരിപാടി കഴിഞ്ഞു. എന്താ ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കുക. യെസ്, ചെറിയൊരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നേരെ എങ്ങോട്ടാണ് പോകുന്നത്? എന്താ പരിപാടി? ഇനി ഫ്ലാറ്റിലേക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ റോയൽ എൻഫീൽഡിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ വണ്ടി എടുക്കാൻ പോകാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ശരി. വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് വാഷ് ചെയ്ത് പൊട്ടപ്പനായിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി അവിടെ പോയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഡെലിവറി എടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ കണ്ടു. വണ്ടിയുടെ കീ വാങ്ങി, ഗേറ്റ് പാസ് കൊടുത്തു. പിന്നെ വണ്ടിയുടെ ബില്ല് വന്നിട്ടുള്ളത് ആകെ 397 വന്നിട്ടുള്ളൂ. ആകെ ഒരു 200 ml എൻജിൻ ഓയിൽ, പിന്നെ ചെയിൻ ലൂബും ക്ലെൻസറും മാത്രമാണ് വന്നിട്ടുള്ളത്. അതിനാണ് 397 വന്നിട്ടുള്ളത്. നമുക്ക് വണ്ടി
വണ്ടി എടുക്കാം. ഇതാണ് സെക്കൻഡ് സർവീസിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്.